എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് മട്ടൻ ഉലർത്തിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നാടൻ രീതിയിലാണ് ഈ കറി വെച്ചിരിക്കുന്നത്. കറിക്ക് വേണ്ടി 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇറച്ചി ഇവിടെ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കരളും ഈ ഇറച്ചിയുടെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരെണ്ണം മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇറച്ചി വേവിക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ചമുളക് നടുവേ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. കൂട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി ഇറച്ചികൾ വേവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മട്ടൺ വേവിക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മട്ടൺ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഏകദേശം 1.5 ടീസ്പൂൺ മട്ടൺ മസാല ഇവിടെ എടുക്കുന്നുണ്ട്. കൂട്ടുകളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി മുഴുവനും ഇപ്പോൾ തന്നെ ചേർക്കണമെന്നില്ല. എരിവ് നോക്കിയതിന് ശേഷം കുറച്ച് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. മസാലകളൊക്കെ മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുക്കറിനി സാധാരണ അടപ്പ് കൊണ്ട് അടച്ച് കുറച്ച് സമയം തീ കുറച്ച് വെക്കാം. 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 3 വിസിൽ വന്നപ്പോഴേക്ക് ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ആദ്യം തന്നെ എല്ലാം ചേർത്തതിന് ശേഷമാണ് ഇത് വേവിച്ചെടുത്തത്. മട്ടൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയാൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.